അടിയന്തരാവസ്ഥ കാലത്ത് കൊടിയ പീഡനങ്ങൾക്കിരയായവർ അനവധിയുണ്ട് ഡൽഹിയിൽ. ഭരണകൂട ഭീകരതയിൽ കിടപ്പാടം പോലും നഷ്ടപ്പെട്ട് തെരുവിൽ ഇറങ്ങേണ്ടി വന്ന ജനത. 50 വർഷത്തിനിപ്പുറവും ഡൽഹി തുർക്ക്മാൻ ഗേറ്റിലെ ജനങ്ങൾക്ക് അടിയന്തരാവസ്ഥ കാലത്തെ ഭയം വിട്ടുമാറിയിട്ടില്ല. ഇത് ഡൽഹിയിലെ തുർക്ക്മാൻ ഗേറ്റ്. അടിയന്തരാവസ്ഥ കാലത്ത് രാഷ്ട്രീയ അടിച്ചമർത്തലിനും പോലീസ് ഭീകരതയ്ക്കും ബലിയാടായവർ കഴിയുന്ന ഇടം. സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള നിർബന്ധിത കുടിയൊഴിപ്പിക്കലിനും വന്ധ്യംകരണത്തിനും ഇരയായവർ. ഈ കമാനത്തിനപ്പുറം അടിയന്തരാവസ്ഥ കാലത്തെ ഓർമ്മപ്പെടുത്തലുകൾ ഇന്നും ബാക്കിയാണ്. തുർക്ക്മാൻ ഗേറ്റിനുള്ളിലെ ഓരോ ചുമരുകളിലും അടിയന്തരാവസ്ഥയുടെ ഭൂതകാലം പൊടിപടലം പോലെ പറ്റിയിരിപ്പുണ്ട്. 1975 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ തുർക്ക്മാൻ ഗേറ്റിലെ ജനങ്ങൾ അറിഞ്ഞില്ല അടുത്ത നിമിഷം അവരുടെ ജീവിതങ്ങളെ ഇരുട്ടിലേക്കാണ് തള്ളിവിടുന്നതെന്ന്. വീടുകൾ തകർക്കപ്പെട്ടതിൻ്റെയും കുടുംബങ്ങൾ ചിതറിപ്പോയതിൻ്റെയും നീറുന്ന ഓർമ്മകളാണ് ഇവർക്കിന്നും പങ്കുവെക്കാനുള്ളത്. बिल्डोजर तोड़ना शुरू कर दिया. अब उसमें कितने आदमी मरे ये तो मुझे याद नहीं. बाकी हम लड़ाई के सामने आ ही नहीं रहे, भाग गए थे अपने मकान तोड़ के. हमारे 100 150 गज के मकान थे जिनके बदले हमें 40 गज जमीन के क्वार्टर दिए और उसका हमें किराया भी देना पड़ता है. അഭിപ്രായ സ്വാതന്ത്ര്യവും പൗരാവകാശവും ഇല്ലാത്ത കാലത്ത് സഞ്ജയ് ഗാന്ധി ചേരികൾ ഒഴിപ്പിക്കാനും നിർബന്ധിത വന്ധ്യംകരണത്തിനും നേതൃത്വം നൽകി. ജനനായകൻ പ്രതിനായകനായ കാലം. तो सिंगल स्टोरी दिल्ली में मकान थे, छोटे छोटे सब घरों में रहते थे. तो यहाँ के डेवलपमेंट के नाम पे काफी उसमें एक नसबंदी भी हुई, जबरदस्ती नसबंदी कराई गई. उस पर संजय गांधी थे और सफाई के नाम पे मकान तोड़े गए. आज भी हो रहा है ऐसा, आज भी कुछ सरकारें ऐसा कर रही हैं. തുർക്ക്മാൻ ഗേറ്റിലെ വീടുകളും കടകളും ബുൾഡോസർ തകർത്തു. ബുൾഡോസർ ഭീകരതയ്ക്കെതിരെ ജനരോഷം പടർന്നു. പ്രതിഷേധിച്ചവർക്ക് നേരെ പോലീസ് വെടിയുതിർത്തു. അവിവാഹിതരെയും വൃദ്ധരെയും ഒരു കുട്ടിയുള്ള പിതാക്കന്മാരെയും നിർബന്ധിത വന്ധ്യംകരണത്തിന് വിധേയരാക്കി. नसबंदी संजय गांधी करवा दिया था. वो जालिम आदमी था, अच्छा आदमी नहीं था. नसबंदी जबरदस्ती, जब ये मकान तोड़ दिया, ये मकान थे ये. मारा भी था, गोली चली थी. പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇന്നും പുറത്തു വന്നിട്ടില്ല. കൂട്ടക്കൊലയിൽ 400 പേർ മരിച്ചതായും 1000-ലധികം പേർ പരിക്കേറ്റതായും സ്വതന്ത്ര അന്വേഷക റിപ്പോർട്ടുകളുണ്ട്. അടിയന്തരാവസ്ഥയ്ക്കു ശേഷം ജനതാ പാർട്ടി അധികാരത്തിൽ വന്നതോടെയാണ് തുർക്ക്മാൻ ഗേറ്റിൽ സമാധാനത്തിന് ഇടം ലഭിച്ചത്. കാലാനുസൃതമായി ഒരുപാട് മാറ്റങ്ങളുണ്ടായി ഇവിടെ. എന്നാൽ അടിയന്തരാവസ്ഥ കാലത്തെ കനലോർമ്മകൾ ഇന്നും ഇവരുടെ ഉള്ളു പൊള്ളിക്കുന്നുണ്ട്. പേടിയോടെ അല്ലാതെ ആ ഇരുണ്ട ദിനം ഇവർ കോർത്തെടുക്കാനാകില്ല. ജോഗേഷ് സിംഗിനും ജിജേന്ദ്രനുമൊപ്പം ആർ അച്യുതൻ, 24 ഡൽഹി.